ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കുന്നത്. തൈര്. ഇത് സിമ്പിളാണെങ്കിലും നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും ആവശ്യമുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. ഞാൻ ടിപ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോ പാലിൻ്റെ ഗുണമനുസരിച്ചിരിക്കും നമ്മുടെ തൈരും നല്ല കട്ടിയായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തൈര് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തൈര് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാൽ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാക്കറ്റ് പാലല്ല, അതുകൊണ്ട് അത്രയും ഒരു തിക്കുള്ള പാലല്ല ഇത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നിനി ചൂടാറണം. അപ്പോൾ നമ്മൾ ചൂടാറുമ്പോൾ പാട കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊന്നല്ലെങ്കിൽ പാട വേണ്ടെങ്കിൽ ഇങ്ങനെ അനക്കാതെ വെച്ചിട്ട് പാട നന്നായിട്ട് വരുമ്പോൾ പാട എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ പാട മാറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ വച്ചിട്ടിരുന്നാൽ പാട വരും. അതുകൊണ്ട് ഞാനിതുപോലെ ഒന്ന് നമ്മൾ ചായയൊക്കെ അടിക്കില്ലേ, അതുപോലെ ഒരു 3-4 പ്രാവശ്യം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വച്ചിരുന്നാലും പാട വരില്ല. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. പക്ഷേ നന്നായിട്ട് നിങ്ങൾ ചൂടാറി പോകരുത്. ഒരു ചൂട് വേണം. കൈ തൊട്ടാൽ നമുക്ക് ചൂടറിയാൻ പാകത്തിന് ഒരു ചൂട് വേണം പാലിന്. അപ്പോൾ പാലിവിടെ ഒഴിക്കാൻ പാകത്തിന് ചൂടാറിയിട്ടുണ്ട്. ഇളം ചൂടല്ല, ഒരല്പം കൂടെ ചൂട് വേണം. കൈ തൊട്ടാൽ നമുക്ക് ചൂടറിയണം, അതുപോലൊരു ചൂട് വേണം. ഞാനിവിടെ ഇതുപോലൊരു മൺചട്ടിയിലാണ് പാലിപ്പോൾ ഒഴിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ചില്ലിൻ്റെ ഒരു പാത്രത്തിൽ, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ, അതുപോലെയൊക്കെയാണ് നമ്മൾ ഒഴിച്ച് വയ്ക്കാവുള്ളൂ. ഒരിക്കലും അലൂമിനിയത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോ ഒന്നും നമ്മൾ ഒഴിച്ച് വയ്ക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഉറയ്ക്ക് വേണ്ടിയിട്ടുള്ള തൈര് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മതിയാവും. 1/2 ലിറ്റർ പാലിലേക്ക് അധികമൊന്നും വേണ്ട, അതൊഴിച്ച് കൊടുക്കാം. പിന്നെ ഉറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഈ തൈരിലുമുണ്ട് ശ്രദ്ധിക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് വരുന്ന തൈര് വെച്ചിട്ട് നമ്മൾ ഒഴിക്കരുത്. അത് തൈര് അത്ര നന്നായി വരില്ല. നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് തൈര് റെഡിയായി കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് ആവശ്യത്തിന് തൈരെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് നമ്മൾ ഒഴിക്കുക. അല്ലാതെ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് ഒഴിക്കാനായിട്ട് എടുക്കരുത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാല് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒഴിക്കുന്ന തൈര് ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ കുറച്ച് നേരം വെളിയിൽ വെച്ചതിന് ശേഷം ഒഴിക്കുക. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് നല്ല തൈര് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് തൈരൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 6 മണിക്കൂറിലൊക്കെ തൈര് ഉറച്ച് കിട്ടും. പക്ഷെ അങ്ങ് പുളിക്കില്ല. പുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി വയ്ക്കണം. ഒരു 2-3 മണിക്കൂറും കൂടി വയ്ക്കേണ്ടി വരും. അത് ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തൈര് ഇവിടെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ രാത്രിയിലാണ് ഒഴിച്ച് വെച്ചത്. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് കറക്റ്റ് പുളിയായിട്ടുണ്ട്, നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് തൈരൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.